നാഗ ഗ്രേറ്റ് എന്ന് പറയുന്നത്. എന്നാലും എൻ്റെ നാഗ ഇതൊക്കെ എങ്ങനെ ഈ ഡയലോഗ് വരുന്നതെന്ന്. നാഗ, നിങ്ങൾ കൊട്ടാരക്കരയുടെ അഭിമാനമാണ്. മോനെ, ഞാൻ കൊട്ടാരക്കര മാത്രം അല്ല. നീ വിചാരിക്കും കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ നീ കൊട്ടാരക്കരയിലെങ്ങാണ്ട് ഒരു ഇട്ടാവട്ടത്ത് കിടക്കുക. നാഗ പൊളിയാണെന്ന്. നീ കൊട്ടാരക്കരയുടെ ഒരു ഇട്ടാവട്ടത്ത് കിടക്കുക. പക്ഷെ കൊട്ടാരക്കര മാത്രമല്ല എന്നെ അറിയുന്നത്. എന്നെ ഈ പൂകൊണ്ട മൊത്തം അറിയൂ എൻ്റെ കുഞ്ഞ്. എൻ്റെ ലൈവ്, എൻ്റെ റീലെടുത്ത് ഏതോ ഒരു സായിപ്പും ഒരു ഇംഗ്ലീഷുകാരിയും കൂടെ ഇങ്ങനെ അവര് റീലെടുത്ത് ഇങ്ങനെ അധരം എന്താണ് പറയുന്നത്, അനുകരിക്കുക എന്ന് പറയാം അല്ലേ? അങ്ങനെയൊക്കെ മറ്റോ ചെയ്തിട്ടുണ്ട്. നീ വിചാരിക്കും കൊട്ടാരക്കര മാത്രമാണ് അഭിമാനം. അല്ല, ഈ ഭൂഖണ്ഡം മുഴുവൻ എന്നെ കൊണ്ട് അഭിമാനമേ ഉള്ളൂ. എല്ലാവർക്കും ഞാനൊരു ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇംഗ്ലീഷുകാർ വരെ എന്നെ അറിയും, ഇംഗ്ലീഷ് ദേശത്ത് വരെ അറിയും. നാഗ സൂപ്പർ അല്ലെന്ന്. ഇപ്പൊ അവന്റെ മരണമാസം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി. അതിലെ ശബ്ദം അത് ഈ കൊട്ടാരക്കര ഉള്ള തിയേറ്റർ മാത്രമാണോ ഓടുന്നത്? നിനക്ക് കുറച്ചുകൂടെ ആണുങ്ങളായാല് കുറച്ചും കൂടി ഒരു വിശാല ചിന്താഗതി വേണം. ആ തിയേറ്ററിൽ ആ ചിത്രം ഏതൊക്കെ ദേശത്ത് ഓടുന്നുണ്ട്, ആ ദേശത്തുള്ളവർക്ക് മൊത്തം എന്നെ അറിയാം. അപ്പൊ ഞാൻ ഒരു ദേശത്ത് മാത്രമല്ലെന്ന് മനസ്സിലാക്കണം. ഇത്തിരി വെളിയിലേക്ക് വാ കുട്ടികളെ. ഇത്തിരി നിങ്ങൾ എന്താ ഇങ്ങനെ? എന്നെ കൊട്ടാരക്കര മാത്രമാണ് അറിയുന്നത്. ഇന്ത്യക്ക് പുറത്തേക്ക് അറിയില്ലേ? കേരളം മാത്രമാണ് അറിയപ്പെടുന്നേ. തമിഴ്നാട്ടിൽ അറിയില്ലേ? ചൈനക്കാരറിയില്ലേ? പുളകം കൊള്ളുന്നു. ഞാൻ ഇത് കള്ളമൊന്നുമല്ല പറയുന്നത്. നിങ്ങളെല്ലാരും കൂടെ എന്നെ എടുത്ത് ദൈവമാക്കി. അപ്പൊ ആ ദൈവം ആരാണെന്ന് അറിയാൻ വേണ്ടി ലോകം മുഴുവൻ എന്നെ കാണുകയാണ്. നിങ്ങളുടെ കണ്ണിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നതാ കാണുന്നത്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നാഗാദേവി കുളക്കട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ സൈര്യന്ത്രി ദേശത്ത് ഇവിടെ ഇരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല എന്നെ കാണുന്നത്. ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുവാണ് ഓരോ ഹൃദയങ്ങളിലും. അത് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ ഇത്തിരി ബുദ്ധി വേണം, വിവരം വേണം. അല്ലെങ്കിൽ ഇവിടെ വരണം, എന്റെ തൊട്ടടുത്ത് വന്നിട്ട് ഇവിടെ വന്ന് അങ്ങോട്ട് നോക്കണം. ആൾക്കൂട്ടത്തിൽ നിന്നും ഇനി വെളി വാ. നീയെ വെളി വന്നിട്ട് എന്റെ ലൈവിൽ വന്ന് അങ്ങോട്ട് നോക്കൂ. എന്റെ അടുക്കൽ വന്നിട്ട് ലോകം കാണാൻ. എന്റെ അടുത്ത് വന്നാലേ നിനക്കൊക്കെ ലോകം കാണാൻ പറ്റുള്ളൂ. അല്ല, നീയൊക്കെ എവിടെങ്കിലും ഒരു മൂലയിൽ ഇരുന്ന് നിന്നെയൊക്കെ അറിയപ്പെടുന്നില്ലായിരിക്കും. എന്റെ അരികിൽ വന്നിട്ട് ലോകം കാണാം. അപ്പോഴാണ് നിങ്ങളെയൊക്കെ ഞാൻ ലോകം കാട്ടുന്നത്. അല്ലാതെ നിങ്ങൾ അവിടെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. ഈ ലോകമെല്ലാം ചുറ്റിയടിച്ച് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇത്തിരി വിവരവും ബുദ്ധിയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആത്മപഠനം ഉണ്ടായിരിക്കണം. പഠിക്ക്. ജീവിതത്തിൽ എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ആയിത്തീര്. ജീവിതത്തിൽ നിങ്ങൾ വെറും കമന്റ് എഴുതുന്ന ആളുകൾ മാത്രമാണെന്നറിയുക. എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിത്തീര്. ജീവിതത്തിൽ എന്തെങ്കിലും ആകുക. നിങ്ങൾ തന്നെ ഈ വീഡിയോ ഇടുന്നു, യൂട്യൂബിലായാലും വാട്സാപ്പിലും ഫേസ്ബുക്കിലും എല്ലാരും വീഡിയോ ഇടുന്നു. ആ വീഡിയോ ഇടുമ്പോഴേ നിങ്ങൾ വീഡിയോ പോയി കാണുന്നു. നിങ്ങളുടെ വിചാരം എന്താണ്? ആ വീഡിയോയിൽ ഓടുന്ന അവരെ ആരും അറിയുന്നില്ലെങ്കിൽ അവരുടെ നാട്ടുകാർ മാത്രമേ അറിയുന്നുള്ളൂ.
മന്ദബുദ്ധികളെ, കഴുതകളെ, മരപ്പാഴുകളെ. കമന്റ് എഴുതുന്നത് നിങ്ങളെയാണ് അറിയാൻ വയ്യാത്തത്. ആ വീഡിയോ ഇടുന്നവരെ ലോകത്തിന് വെളിയിൽ വരെ അറിയുന്നുണ്ട്. ഇത് ഞാനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മന്ദബുദ്ധി കഴുതുകളെ, കേരളത്തിലെ കഴുത ജനങ്ങളെ, ഇനിയെങ്കിലും നിന്റെയൊക്കെ തലയൊന്നും ബുദ്ധി ഉണ്ടാക്ക്. യൂട്യൂബ് എന്ന് പറയുന്ന വലിയ ലോകമാണ്, മീഡിയയാണ്, പൊതുമീഡിയയാണ്. വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ അതാണ്. അതിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരെ ലോകത്ത് സകല ആളുകളും കാണുകയാണ്. നിങ്ങളുടെ വിചാരം എന്താണ്? അവരുടെ നാട്ടിൽ മാത്രമേ അറിയുന്നുള്ളെന്ന്. സ്വയം നകളിക്കുന്ന സ്ത്രീന്ന്. സ്വയം നകളിക്കുന്ന സ്ത്രീയല്ല, സ്വയം നകളിക്കുന്ന ഗുരുദിവ്യ നാഗ സൈരന്ദ്രദേവി. നീ അത്ര എഴുതി. ഞാൻ കുറച്ചും കൂടെ അത് നീട്ടി മുഴുവിപ്പിച്ചു. അതെ, ഞാൻ സ്വയം നകളിക്കുക. അതെന്റെ ചുണയാണ്, എന്റെ പോസിറ്റീവ് അതാണ്. നിന്നെ കൊണ്ട് പറ്റുമോ അതിന്? നിനക്ക് സ്വയം ഒന്ന് നകളിക്കാൻ പറ്റുമോ? ഇല്ല. കഴിവുകേട്. ഞാൻ സ്വയം നകളിക്കുന്നു. നീയാണത് പറഞ്ഞത്. ഞാനും അല്ല പറഞ്ഞതാണ്ട് ആൾക്കാർ ചിരിക്കുന്നു. ഞാനും അല്ല പറഞ്ഞത്, നീയാ പറഞ്ഞത്. സത്യങ്ങൾ പറയുമ്പോൾ നിനക്ക് കൊള്ളും. ഈഗോയുണ്ടേ നിനക്ക്, അതുകൊണ്ടാ കൊള്ളുന്നത്. ഭയങ്കര